എൻ്റെ അനുഭവത്തിൽ ഒരു ഗുണപരമായ മാറ്റം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നത് പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ലിയോ വിശ്വസിക്കുകയില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കില്ല. അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീമതി ടീച്ചറാണ്. ഓക്കെ. ഈ ശ്രീമതി ടീച്ചറെ കുറിച്ച് പൊതുവെയുള്ള ഒരു ധാരണ ഇവർ തീരെ അപ്രാപ്തയായ ഒരു സ്ത്രീയാണ്, അവർക്ക് ഭരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കോമിക് ഇമേജാണ് അവർക്ക് കിട്ടിയത്. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയുമായിരുന്ന കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന സർക്കാർ ആശുപത്രിയിൽ കാണുന്ന പല സൗകര്യങ്ങളും ഉണ്ടായത്. ഒരു ഉദാഹരണം, ഈ ആശാ വർക്കർമാരെ നിയമിക്കുന്നത് ആരോഗ്യരംഗത്തൊരു വലിയ മാറ്റം വരുന്നു. അത് ഇവരുടെ കാലത്താണ്. NHRM ഡോക്ടർമാർ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് വരുന്നത് അത് കേരളത്തിന് ശരിക്കും കിട്ടാൻ അർഹതയിലായിരുന്നു. അന്ന് അൻപുമണി രാമദാസ് എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടുകാരനായ മന്ത്രിയായിരുന്നു. അയാളുടെ അടുത്ത് വലിയ സമ്മർദ്ദം ചെലുത്തി UPA സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇത് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. NHRM അനുവദിച്ചത്, ആശാ വർക്കർമാരുടെ സ്കീം അനുവദിച്ചത്. ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ ടീച്ചറുടെ കാലത്താണ്. അതിനേക്കാൾ വലിയ ഒരു സംഗതി സ്പെഷ്യാലിറ്റി കേഡർ ഉണ്ടാക്കിയത് ടീച്ചറാണ്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അതെ അതെ. പണ്ട് ആർക്കും ആരെയും കയറി ചികിത്സിക്കാം എന്ന ഫ്രീ സ്റ്റൈൽ ഗുസ്തിയായിരുന്നു സർക്കാർ ആശുപത്രിയിൽ. ആ പരിപാടി നിർത്തി. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് സ്പെഷ്യാലിറ്റി കേഡർ എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മുടെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ മാത്രം ഉണ്ടായിരുന്നു. അത് ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഈവൻ കമ്മ്യൂണിറ്റി ഇതുണ്ടല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ CHC, അവിടെ പോലും കൊണ്ടുവന്നത് ടീച്ചറുടെ കാലത്താണ്. ഒരുപാട് പോസ്റ്റുകൾ പുതുതായിട്ട് ഉണ്ടാക്കട്ടോ, വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത് ആ സമയത്താണ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു രോഗമായിട്ട് കൊണ്ടുവന്ന് 9 രോഗമായിട്ട് തിരിച്ചു വരും എന്ന്. അത്രയും അൺഹൈജീനിക്കായിരുന്നു അവിടുത്തെ സാഹചര്യം. അതൊക്കെ വലിയൊരു പരിധി വരെ മാറിയത് ഈ VSൻ്റെ കാലത്താണ്. VS ശ്രീമതി ടീച്ചർ.